90കളുടെ തുടക്കം. അന്ന് ഇളയരാജയും ദേവയുമൊക്കെ പാട്ട് ചെയ്തു വന്നിരുന്ന കാലം. നമ്മുടെ കാതുകൾക്ക് ഏകിക്കൊണ്ടിരുന്നത് ഈ 18 വയത് എന്ന സൂര്യനിലെ ദേവ സംഗീത സംവിധാനം നിർവഹിച്ച പാട്ടും കേളടി കൺമണിയിലെ മണ്ണിൽ ഇന്ത കാതൽ എന്ന പാട്ടുമൊക്കെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കേട്ടു വന്നിരുന്ന കാലമായിരുന്നു 90കളുടെ തുടക്കം. അക്കാലത്ത് ഞാൻ ചെമ്പഴന്തി SN കോളേജിൽ BA പഠിക്കുകയായിരുന്നു. അക്കാലത്ത് എൻ്റെ കോളേജിലെ ഒരു സുഹൃത്തായിരുന്നു, BSc പഠിച്ചുകൊണ്ടിരുന്ന ഒരു സുഹൃത്തായിരുന്നു ടെനി. ഈ ടെനി എന്ന സുഹൃത്തിന് പാട്ടുകളോട് ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും പാട്ടിന് താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ ഉറ്റ സുഹൃത്തുക്കളായി മാറി. അങ്ങനെ പാട്ടുകൾ നമ്മൾ അന്ന് ഓഡിയോ കാസറ്റിൻ്റെ കാലമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പാട്ടുകൾ കാസറ്റുകൾ വാങ്ങിക്കുന്നു. ടെനി വാങ്ങിക്കുന്ന കാസറ്റുകൾ എനിക്ക് തരുന്നു, ഞാൻ വാങ്ങിക്കുന്ന കാസറ്റുകൾ ടെനിക്ക് കൊടുക്കുന്നു. അങ്ങനെ പാട്ടുകൾ ഓഡിയോ കാസറ്റുകൾ കൈമാറ്റം ചെയ്ത് കേട്ടു വന്നിരുന്ന ഒരു സുവർണ്ണ കാലമായിരുന്നു 90കളുടെ തുടക്കം എന്ന് പറയുന്നത്. എപ്പോഴും സിനിമയും സംഗീതവുമായിരുന്നു ടെനിയും ഞാനും സംസാരിച്ചിരുന്നത്. അക്കാലത്ത് ഓഡിയോ കാസറ്റുകളുടെ വസന്തകാലമായിരുന്നു. തിരുവനന്തപുരത്ത് തമ്പാനൂര് ഒരുപാട് ഓഡിയോ കാസറ്റ് കടകളുണ്ടായിരുന്നു. ഞങ്ങൾ സ്ഥിരമായി ഓഡിയോ കാസറ്റുകൾ വാങ്ങിക്കാൻ പോയിക്കൊണ്ടിരുന്നത് ലൈറ്റ് ഹൗസ് എന്ന പേരുള്ള ഒരു കടയുണ്ടായിരുന്നു. അവിടെ കൂടുതലും എനിക്കും ടെനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഉദിത് നാരായണൻ്റെയും കുമാർ സാനുവിൻ്റെയും അഭിജിത്തിൻ്റെയൊക്കെ പാട്ടുകളായിരുന്നു. അതുകൊണ്ട് കൂടുതലും ഹിന്ദി പാട്ടുകളുടെ ഓഡിയോ കാസറ്റുകൾ വാങ്ങിക്കാനാണ് ഞങ്ങൾ ലൈറ്റ് ഹൗസിൽ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ഡിഗ്രി 2ാം വർഷം പഠിക്കുമ്പോൾ ലൈറ്റ് ഹൗസിൽ ഒരു ദിവസം കുറച്ച് കാസറ്റുകൾ, ഞാനും ടെനിയും ഈ ലൈറ്റ് ഹൗസിൽ ഓഡിയോ കാസറ്റുകൾ വാങ്ങാൻ പോകുമ്പോൾ കുറച്ച് കൂടുതൽ കാസറ്റുകൾ വാങ്ങും. കാര്യം ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്താണ് പാട്ടുകൾ കേട്ടുകൊണ്ടിരുന്നത്. ഹിന്ദി കാസറ്റുകളായിരുന്നു, ഓഡിയോ കാസറ്റുകളായിരുന്നു കൂടുതലും വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം 1992 ഞങ്ങൾ 2ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഈ ലൈറ്റ് ഹൗസിൽ പോയി ഞങ്ങൾ കുറച്ച് ഓഡിയോ കാസറ്റുകൾ നോക്കുന്ന തിരക്കിലായിരുന്നു. ആ സമയത്തായിരുന്നു ഒരു പാട്ട് കേൾക്കുന്നത് കേട്ടു. ചിന്ന ചിന്ന ആസൈ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. അപ്പോൾ ഈ പാട്ട് നമ്മളിങ്ങനെ കുറച്ച് മ്യൂസിക്കെല്ലാം കേട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ടെനിയോട് ചോദിച്ചു, ഇത് ഏത് സിനിമയിലെ പാട്ട്? അപ്പോൾ ഈ ടെനി എൻ്റെ അടുത്ത് പറഞ്ഞു, വിനോദേ, ഇത് റോജ എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയിലെ പാട്ടാണ്, മണിരത്നം സംവിധാനം ചെയ്യുന്ന ഒരു തമിഴ് സിനിമയിലെ പാട്ടാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ലൈറ്റ് ഹൗസിൻ്റെ ഉള്ള ഒരു സ്റ്റാഫിനോട് ഞാൻ പറഞ്ഞു, റോജയുടെ കാസറ്റ് ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അപ്പം റോജയുടെ കാസറ്റ് തന്നു. ഈ റോജയുടെ കാസറ്റ് തന്നു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പരിചയമില്ലാത്ത 2 പേരുടെ മുഖമാണ് കണ്ടത്. അത് അരവിന്ദ് സ്വാമിയും മധുബാലയുമാണ്. അപ്പോൾ ഈ പരിചയമില്ലാത്ത 2 പേരുടെ പടം കണ്ടപ്പോൾ ഞാൻ വെച്ചു, ഇത് പരിചയമില്ലാത്തവരുടെ മുഖമാണല്ലോ, അപ്പോൾ നമുക്ക് ഈ സിനിമ ഓഡിയോ കാസറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. അപ്പോഴേക്കും 2ാമത്തെ പാട്ട് തുടങ്ങിക്കഴിഞ്ഞിരുന്നു, പുതുവെള്ളയും മഴയെന്നുള്ള. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഓഡിയോ കാസറ്റ് വാങ്ങിക്കാനുള്ള കാരണം, ആ ഓഡിയോ കാസറ്റിൽ എഴുതിയിരിക്കുന്ന സംവിധാനം മണിരത്നം. അതിനു മുമ്പ് മണിരത്നം ചെയ്ത പല സിനിമകളും പാട്ടുകൾ വൻ ഹിറ്റുകളായ ഒരു ചരിത്രമാണ് മണിരത്നത്തിലുള്ളത്. പക്ഷേ അതിലൊക്കെ ഇളയരാജയായിരുന്നു മ്യൂസിക്. പെട്ടെന്ന് സംഗീതമായിരുന്നു ഞാൻ നോക്കിയപ്പോൾ AR റഹ്മാനാണ് മ്യൂസിക്. അപ്പോൾ AR റഹ്മാൻ എന്ന പേര് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല അക്കാലത്ത്. അപ്പോൾ ആ ഓഡിയോ കാസറ്റ് ഞാൻ വാങ്ങിച്ചു. ടെനി എൻ്റെ അടുത്ത് പറഞ്ഞു, വിനോദ്, നീ ഇത് കൊണ്ടുപോയി കേട്ടിട്ട് നീ എനിക്ക് തന്നാൽ മതി കേൾക്കാൻ. അങ്ങനെ ഞാൻ ഈ പാട്ടും കൊണ്ട് ഓഡിയോ കാസറ്റും കൊണ്ട് വീട്ടിൽ പോയി ഈ പാട്ട് ഒരു പ്രാവശ്യം കേട്ട്, അത് കഴിഞ്ഞപ്പോൾ പിന്നെ തമിഴ എന്നുള്ള പാട്ട്, ഇതെല്ലാം കേട്ട ഈ കാസറ്റ് മാത്രം കേൾക്കുന്ന ഒരു ദിവസങ്ങളായിരുന്നു തുടർന്നു വന്നത്. അതായത് ഈ പാട്ട് ഊണിൽ ഉറക്കത്തിൽ നമ്മൾ ഈ പാട്ട് തന്നെ, ഇതിലെ പാട്ടുകൾ തന്നെ കേൾക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ AR റഹ്മാൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ്റെ ആദ്യം ചെയ്ത പാട്ടുകളാണ് ഈ നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ വരും ദിനങ്ങളിലെല്ലാം റോജയിലെ പാട്ടുകൾ രാവിലെയും രാത്രിയും പകലും എല്ലാം ഞാൻ കേൾക്കുന്നത് ഒരു പതിവാക്കി മാറ്റി. പിന്നീടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, അത് ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഒരു പുതുപ്പിറവിയാണ് എന്നുള്ള കാര്യം. പുതുപ്പിറവി എന്ന് പറഞ്ഞാൽ ഒരു സംഗീത സാമ്രാജ്യത്തിലേക്ക് പുതിയ ഒരു ആളുടെ കടന്നുവരവ്. എന്തായാലും അതിനെ തുടർന്ന് റോജയ്ക്ക് ശേഷം പിന്നെ പുതിയ മുഖമാണ് വന്നത്. പുതിയ മുഖം വന്നതിന് ശേഷം പിന്നെ വന്നത് തിരുട. അതിനെ തുടർന്ന് പിന്നെ ഉഴവൻ, കറുത്തമ്മ, ഇങ്ങനെ ചിത്രങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിലാണ് രംഗീല എന്ന ഒരു ഹിന്ദി ചിത്രത്തിലും AR റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിച്ചത്. അതിലെ പാട്ടുകളും എല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. സിനിമ അതിലേറെ ഹിറ്റായിരുന്നു. രാം ഗോപാൽ വർമ്മ എന്ന സംവിധായകനെ ഇന്ത്യ മുഴുവൻ അറിയുന്ന ഒരു സംവിധായകനാക്കി മാറ്റിയതും ഈ രംഗീല എന്ന ചിത്രമാണ്. എന്തായാലും ഒരു പുതുയുഗ പിറവിയായിരുന്നു റോജയിലൂടെ ഇന്ത്യൻ സംഗീതത്തിന് ലഭിച്ചത്. അതിനുശേഷം AR റഹ്മാന് മുമ്പും പിമ്പും എന്നുള്ള ഒരു 2 തരമായി തിരിക്കുകയാണെങ്കിൽ ഒരു AR റഹ്മാൻ യുഗമാണ് ഈ റോജ എന്ന ചിത്രത്തിലോടുകൂടി ഇന്ത്യൻ സംഗീതത്തിലേക്ക് വന്നു ചേർന്നത്.